ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന പാർട്ടിനെ കുറിച്ചാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു, ഇത് സെക്കൻഡ് ഡിഗ്രി ആണ്, ഡിഗ്രി 2 ഉള്ളതായിരിക്കും. പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഇക്വേഷൻ ഈസ് ax² + bx + c = 0 ഈ ഫോർമാറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഇതിന് പറയുന്നത് എന്ത്, പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ആദ്യത്തെ സിക്ക് വേരിയബിൾ ഇല്ല, എന്നാൽ എക്സിനൊരു വേരിയബിൾ ഉണ്ട്, എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ബിയുടെ കൂടെ ഉണ്ട്. രണ്ടാമത്തെ ഇതിന് പക്ഷേ അതിൻ്റെ ഡിഗ്രി 1 ആയിരിക്കും. മൂന്നാമത്തെ ഇതിൻ്റെ ഡിഗ്രി തേർഡ് എന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലത്തെ ഇതിൻ്റെ ഡിഗ്രി 2 ആയിരിക്കും. അപ്പോൾ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ x² + bx + c = 0. അതായത് എക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളേ ഉള്ളൂ, ഒറ്റ വേരിയബിളിന് സ്ക്വയർ വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം എക്സിൻ്റെ വാല്യൂ, അതായത് ബി ഈസ് 0, ബി എന്ന് പറഞ്ഞേക്കുന്ന വാല്യൂ ബി 0 ആണെങ്കിൽ ax² + c = 0 ഇതും ഇക്വേഷൻ ആവാം, പ്യുവർ ഇക്വേഷൻ ആകാം. സോൾവ് 5x² - 125 = 0. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? നേരത്തെ പോലെ 125 അവിടെ തന്നെ നിലനിർത്തുക, ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുക, അപ്പോൾ പ്ലസ് ആവും. എന്നാൽ x² അവിടെ നിർത്തിയിട്ട് 5 അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതിൻ്റെ റൂട്ട് എടുക്കുക, സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ റൂട്ടാവും. അപ്പോൾ +or-5 എന്നായിരിക്കും ഉത്തരം കിട്ടുക. 25ൻ്റെ സ്ക്വയർ 5. ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് അത് ഇങ്ങനെയായിരിക്കും ഇരിക്കുക ഫോം. അതിൽ 2 സ്ക്വയറാണ്, അത് സ്ക്വയർ ആക്കാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. സ്ക്വയർ ആക്കിയേക്കാം. സ്ക്വയർ ആക്കിക്കൊണ്ട് നമുക്ക് നോക്കാം. സ്ക്വയർ ആക്കുകയാണ്. അതൊന്ന് സ്ക്വയർ ആക്കുകയാണ്. സ്ക്വയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതായത് ax² + bx + c = 0. ഇതാണ് ജനറൽ ഫോർമാറ്റ്. നേരത്തെ b 0 ആക്കിയാണ് നമ്മൾ എടുത്തത്, ഇവിടെ b 0 ആക്കി എടുക്കുന്നില്ല. ഇത് വെച്ചിട്ട് തന്നെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? bയെ 0 ആക്കിയാണ് ഇവിടെ സോൾവ് ചെയ്യുന്നത്. ഇവിടെ 3 തരത്തിലാണ്. ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ ചെയ്യാം, കംപ്ലീറ്റിംഗ് ദ സ്ക്വയറിനെ ഇല്ലാതാക്കിക്കൊണ്ട് ചെയ്യാം, അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചും ചെയ്യാം. അപ്പോൾ 3 നമ്മൾ ചെയ്യുന്നത് ഫാക്ടറൈസേഷൻ മെത്തേഡാണ് ഫസ്റ്റ് നോക്കുന്നത്. ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഫാക്ടറാക്കി മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ. 2x² - 6x + 8 = 0. ഇതിൻ്റെ ഫാക്ടർ എടുക്കാം. എങ്ങനെയാണ്? ഇതിനെ 2 വാല്യൂ കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്ന ഫാക്ടർ എടുക്കുക. എങ്ങനെയാണ് ഫാക്ടർ എടുക്കുക? x² - 6x + 8, അതായത് 4 × 2, അതായത് 8. കണ്ടോ, 4 × 2 8 ആയിട്ട് കണക്കാക്കിയിരിക്കുന്നു. 8 വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ തന്നെ നമുക്ക് നോക്കാം, x × x² അല്ലേ, x × 2x അല്ലേ, 2x വന്നു. അതുപോലെ തന്നെ 4 × x 4x, അപ്പം 4ഉം നേരത്തെ 2ഉം കൂടെ 4 × 6x. പിന്നെ x പിന്നെ ഉള്ളത് 4ഉം 2ഉം വന്ന് 4 × 2 8 എടുത്തെഴുതി. കണ്ടോ? അപ്പം ഇങ്ങനെ ഫാക്ടറാക്കി 2ആയിട്ട് മാറ്റുക. ഫാക്ടറാക്കി മാറ്റിക്കുന്ന ഈക്വൽ ടു 0 ആക്കി എന്ത് ചെയ്യാം? ഒരെണ്ണത്തിനെ 0 ആക്കി ഈക്വൽ ടു ആക്കി മാറ്റിയതിന് ശേഷം 4 അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ x 4 ആവും. അതുപോലെ തന്നെ 2 അപ്പുറത്തേക്ക് പോയാൽ x 2 ആകാം. അപ്പോൾ 2 വാല്യൂസ് ആയിരിക്കും. ദ റൂട്ട്സ് ആർ 2 and 4 എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ ചെയ്യാം. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയറിനെ കംപ്ലീറ്റ് ചെയ്ത് കളയുക. മറ്റൊരു എണ്ണമാണ് തന്നിരിക്കുന്നത്, പ്യുവറായിട്ടുള്ള ഒരെണ്ണമാണ് തന്നിരിക്കുന്നത്. അതിൽ അതാ സ്ക്വയർ, ഇതിനെ 4x² - 12x + 9 = 0 എന്നുള്ളതിനെ 2x - 3 the whole square എന്ന് എടുത്തു. അതായത് 2x × 2x 4x² അങ്ങനെ, അതായത് അതും ഫാക്ടറൈസ് ചെയ്തതുപോലെ ചെയ്തു. പക്ഷേ സ്ക്വയറിനെ നമ്മളങ്ങ് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നത്. പിന്നെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ 3/2 എന്നായിരിക്കും x കിട്ടുക. അങ്ങനത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡാണ് ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ്. ഫോർമുല ഏതാണ്? -p ± √d² - 4ac/2a എന്ന് പറയുന്നതാണ്. അത് നമുക്കറിയാം, ചെറിയ ക്ലാസ്സിൽ മുതൽ പഠിക്കുന്നതാണ്. അപ്പം
ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. എ എത്ര ആയിട്ട് കണക്കാക്കുക? 2, ബി 8, സി യു 8 ആയിട്ട് കണക്കാക്കി. ബാക്കി വേരിയബിൾ അങ്ങനെ തന്നെ നിലനിർത്തി ഉണ്ടാവും. ഇനിയും അതിലേക്ക് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്തു എല്ലാം. കൺവേർട്ട് ചെയ്തപ്പം എന്താ -8 ± √8² - 4 × 2 × 8 / 2 × 2. അപ്പോൾ 64 - 64 എന്നാണ് കിട്ടിയിരിക്കുന്നത്. 0 ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ -8 മാത്രമേ ഉള്ളൂ. -8 / 4 -8 / 4 എന്ന 2 കിട്ടും. ഡിവൈഡ് ചെയ്യുമ്പോൾ -2 - 2 എന്ന് കിട്ടും. 2 വാല്യൂ ആണ് കിട്ടുക. സൈമൾട്ടേനിയസ് ഇക്വേഷൻ 2 അൺനോൺസ്. 2 അൺനോൺസ് ഉണ്ടെങ്കിൽ എങ്ങനെ? ഇതൊരു അൺനോൺ അല്ലേ ചെയ്തത്? സെക്കൻഡ് ഡിഗ്രി വെച്ചിട്ട് 2 അൺനോൺ തന്നിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ എന്ത് ചെയ്യണം? x - y = 2 മീൻസ് എക്സിനെ മാറ്റാമല്ലോ, x ആക്കി മാറ്റുമല്ലോ. x = 2y എന്നാക്കാം. ഇനിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ എക്സിൻ്റെ വാല്യൂവിൻ്റെ അവിടേക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2x + y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 2 4, 4 × y 4y² എന്നങ്ങനെ ആവും. കണ്ടോ? സ്ക്വയറിനെ നമ്മൾ വലുതാക്കി. എന്തോ നമ്മുടെ a+b² എന്ന് പറഞ്ഞേക്കുന്നതിൻ്റെ ഇത് വെച്ചിട്ട് 4 + 4y + 4y² എന്നാക്കി. ഇനി എന്താ ചെയ്യുക? ഇനി 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 4 2 8 കണ്ടോ? 2y². ഇനിയും സ്ക്വയർ ഉള്ളതിനെ എല്ലാം കൂടെ കൂട്ടിയെടുക്കുക. അല്ലാതുള്ളതിനെ അല്ലാതെ എഴുതുക. അപ്പോൾ എങ്ങനെ വരും? സ്ക്വയർ ഉള്ളതിനെ 5 × 2 7 എന്നായി. 8 അങ്ങനെ തന്നെ. ഇത് മൈനസ് ചെയ്തെടുക്കണം. 23 8. അപ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമാറ്റിലായി. ഇനി നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്താൽ മതി. സോൾവിങ് ദ ഇക്വേഷൻ ഓഫ് y. എങ്ങനെയാണ്? നമ്മുടെ a 7 ആയിട്ടും 8 ബിയുടെ സ്ഥലത്ത് 8ഉം സിയുടെ സ്ഥലത്ത് 15 ഇടുക. ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക. അപ്പം 1 - 15 / 7 എന്നും ഉത്തരം കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം എന്ത് ചെയ്യുക? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമാറ്റിലാണെങ്കിലും സോൾവ് ചെയ്ത് എക്സും വൈയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇനിയും ഒരു വർക്കൗട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിനകത്തേക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അടുത്ത ഏരിയയുമായി.